കൂട്ടുകാരെ, ലാലീസ് ഫുഡ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡിഷാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 4 പീസ് ബ്രെഡ് വേണം, 3 മുട്ട, ഒരു തക്കാളി, ചെറിയ തക്കാളി തരിതരിയായിട്ട് അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബ്രെഡ് ചെറിയ പീസുകളാക്കി ഇതുപോലെ ഇടുക. ശേഷം എടുത്തു വെച്ചിട്ടുള്ള 3 മുട്ട അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് ഈ ഒരു പരുവാകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ശേഷം സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ലേശം എണ്ണ അതിനകത്തിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയും ബ്രെഡും അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് പരത്തുക. കനം കുറച്ച് നന്നായിട്ട് പരത്തി വയ്ക്കുക. ശേഷം 1 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വയ്ക്കണം. അതൊന്ന് നന്നായിട്ട് സ്റ്റീമിൽ, ഈ സമയം സിമ്മിലിടണം നമ്മുടെ സ്റ്റൗ. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ സവാള അതിൻ്റെ പുറത്തേക്ക് വിതറിയിടുക. തക്കാളി പൊടിയായി അരിഞ്ഞത് അതും അതിൻ്റെ പുറത്ത് വിതറിയിടുക. നേരത്തെ നമ്മൾ ചതച്ച് വെച്ച മുളക് അതിൻ്റെ പുറത്തേക്ക് വിതറുക. ലാസ്റ്റ് 1 തണ്ട് കറിവേപ്പില അതിൻ്റെ പുറത്തേക്ക് ഇതുമാതിരി ഇടുക. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം അതൊന്ന് തിരിച്ചിടുക. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.